കൊച്ചിയിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മുംബൈ സിറ്റി എഫ്.സിയെ പരാജയപ്പെടുത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ മറ്റൊരു ആവേശകരമായ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടുകയാണ്. ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് എവേ മത്സരമാണ് കളിക്കുന്നത്. ഡിസംബർ 27-ാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മത്സരത്തിന്റെ സ്കോർ പ്രവചനം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. മത്സരത്തിലെ എൻ്റെ ഒരു പ്രവചനം കൂടുതലൊന്നുമില്ല. ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 1 ഗോളിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തും എന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷനും താഴെ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ കളിക്കുന്ന മലയാളി താരം വിപിൻ മോഹനന് ഈ മത്സരം കളിക്കാനാകില്ല എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നമുക്കറിയാം, മുംബൈ സിറ്റി എഫ്.സിയുമായിട്ടുള്ള കഴിഞ്ഞ മത്സരത്തിലാണ് വിപിൻ മോഹനന് ആംഗിളിന് പരിക്കേൽക്കുന്നത്. എന്നാൽ താരത്തിന്റെ പരിക്ക് അത്രമേൽ ഗുരുതരമൊന്നുമല്ല. 2-3 ദിവസമെങ്കിലും താരത്തിന് ചുരുങ്ങിയ റെസ്റ്റ് വേണ്ടിവരുമെന്നാണ് ഇവാൻ വുക്കോമനോവിച്ച് വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ വിപിൻ മോഹനന്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് അവൈലബിൾ ആയിരിക്കില്ല. അവസാന മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്.സിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി സജ്ജമാകുന്നത്. മറുപുറത്ത് നമ്മുടെ എതിരാളികളായി എത്തുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് അവരുടെ അവസാന മത്സരം കളിച്ചിരുന്നത് എഫ്.സി ഗോവയുമായിട്ടായിരുന്നു. ആ മത്സരത്തിൽ 1-നെതിരെ 4 ഗോളുകൾക്ക് എഫ്.സി ഗോവ വിജയം സ്വന്തമാക്കുകയാണ് ചെയ്തത്. അവസാന മത്സരത്തിൽ എഫ്.സി ഗോവയുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരിച്ചപ്പോൾ അവർക്ക് വൻ പരാജയം തന്നെയായിരുന്നു അവരുടെ റിസൾട്ട്. ഈ സീസണിൽ ഇതേവരെ 11 മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സ് 7 വിജയങ്ങളും 2 സമനിലയും 2 പരാജയങ്ങളുമായി 23 പോയിന്റ് ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. മറുപുറത്ത് എതിരാളികളായി എത്തുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സീസണിൽ ഇതേവരെ കളിച്ചത് 9 മത്സരങ്ങൾ, 6 വിജയങ്ങളും 1 സമനിലയും 2 പരാജയങ്ങളുമായി അവർ നേടിയത് 19 പോയിന്റുകൾ. ഇനി മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ 11 നമുക്ക് പരിശോധിക്കാം. ഗോൾ കീപ്പറായിട്ട് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും. ഡിഫൻസിലേക്ക് വന്നാൽ കഴിഞ്ഞ മത്സരത്തിലെ അതേ ഡിഫൻസ് ലൈൻ തന്നെ കീപ്പ് ചെയ്തേക്കാം. 2 സെന്റർ ബാക്കുകളായി 2 ഫോറിൻ താരങ്ങളായിട്ട് മാർക്കോ ലെസ്കോവിച്ചും അതുപോലെ തന്നെ മിലോസ് റിൻസ്കിച്ചും, റൈറ്റ് ബാക്കിൽ പ്രീതം കോട്ടാലും ലെഫ്റ്റ് ബാക്കിൽ നവാച്ച സിംഗും കളിച്ചേക്കാം. മധ്യനിരയിൽ ഏതായാലും നമുക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിപിൻ മോഹനന് പരിക്ക് മൂലം ഈ മത്സരം കളിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അസറിനെ തന്നെയായിരിക്കും കോച്ച് ഇവാൻ വുക്കോമനോവിച്ച് ആ മത്സരത്തിൽ പൊസിഷൻ ഏൽപ്പിക്കുന്നത്. അസറിനോടൊപ്പം ഡാനിഷ് ഫറൂഖും കളിക്കും. റൈറ്റ് ഫ്ലാങ്കിൽ അതുപോലെ തന്നെ രാഹുൽ കെ.പിയും, ലെഫ്റ്റിൽ ഐമനും, മുന്നേറ്റത്തിൽ ദിമിത്രിയോസ് ഡയമണ്ടഗോസും ഖ്വാമി പെപ്രയും തന്നെയായിരിക്കും ഒരുമിച്ചിറങ്ങുന്നതും. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടു, ഖ്വാമി പെപ്ര ബ്ലാസ്റ്റേഴ്സിനായി മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. 1 ഗോളും 1 അസിസ്റ്റും നേടിക്കൊണ്ട് കഴിഞ്ഞ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയതും ഖ്വാമി പെപ്രയായിരുന്നു. അതോടൊപ്പം തന്നെ ദിമിത്രിയോസിനും കഴിഞ്ഞ മത്സരത്തിൽ 1 ഗോളും 1 അസിസ്റ്റും ബ്ലാസ്റ്റേഴ്സിനായി പ്രൊവൈഡ് ചെയ്യാനായിരുന്നു. ഏതായാലും പെപ്രയും ദിമിത്രിയോസും തമ്മിൽ മുന്നേറ്റ നിരയിൽ ഒരു ടച്ച് കണ്ടെത്തിയിരിക്കുന്നു. ഈ കോമ്പിനേഷൻ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ടുള്ള മത്സരങ്ങളിലും നിർണായകമാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള ഈ കലണ്ടർ ഇയറിലെ അവസാന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാകുമോ? നമുക്ക് കണ്ടറിയാം. ആവേശകരമായ മത്സരം ഡിസംബർ 27-ാം തീയതി രാത്രി 8 മണിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറും. മത്സരത്തിന്റെ സ്കോർ പ്രവചനം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.